തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, മഹാദൈവത്തിൻ്റെ കരുണയാൽ ഒരു ദിവസം കൂടെ ജീവിപ്പാനുള്ള ദൈവത്തിൻ്റെ കരുണാ കടാക്ഷങ്ങൾ നമുക്ക് തന്നിരിക്കയാൽ ഇന്നത്തെ ദിവസവും ദൈവവചന കേൾവിയോടെ സുന്ദരമായ ഈ ധന്യമായ ജീവിതത്തെ അലങ്കൃതമാക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനമറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ദൈവത്തിൻ്റെ വചനം പറയാൻ തരുന്ന അവസരത്തിന് ഒത്തിരി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് നിങ്ങളെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 7-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല, രാജാക്കന്മാരോട് കൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു, അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഇയ്യോബുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏലീഹു പറയുന്ന വാക്കുകളാണ് ഈ 36-ാമത്തെ അധ്യായത്തിനകത്ത് കൂടുതൽ നമ്മൾ വായിക്കാനിടയായിത്തീരുന്നത്. ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അനേക വാക്കുകളുണ്ട്. ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ വെളിപ്പെടുത്തിയതും ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതും, അങ്ങനെ ദൈവത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രത്യേകമായിരിക്കുന്ന വാക്കുകളാൽ വളരെ നിബിഡമാണ് ദൈവത്തിൻ്റെ വചനം. ഇവിടെ അനേക കാര്യങ്ങളെ അധ്യായത്തിൽ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എത്ര വലുതാണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യതയോടെ വാക്കുകൾ കൊണ്ട് വിശദീകരിച്ചിരിക്കുകയാണ് ഈ അധ്യായത്തിനകത്ത്. അതിൽ ഇന്ന് നാം ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന 7-ാമത്തെ വാക്യം, ആ വാക്യത്തിനകത്ത് അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കൂട്ടം ആളുകൾ എന്നേക്കും ഉയർന്നിരിക്കുന്നു. എല്ലാ കാലവും ഉയർന്നിരിക്കുന്നവർ. അങ്ങനൊരു കൂട്ടർ ലോകത്തിലുണ്ടോ? ആ വിഷയം നമ്മളിന്ന് ചിന്തിക്കാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. ഒന്നുകൂടെ കേട്ടോളുക. എല്ലാ കാലത്തും ഉയർന്നിരിക്കുക. മനുഷ്യനെ നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇന്നലകളിൽ ഉയർന്നിരുന്ന ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പലരും ഒരു സീസൺ കഴിയുമ്പോൾ ഇല കൊഴിഞ്ഞ വൃക്ഷം പോലെ, ഫലം പറിച്ചെടുത്ത മരം പോലെ, പിന്നെ ദുഃഖവും ദാരിദ്ര്യമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്കും അവരങ്ങ് ഒതുങ്ങിപ്പോകുന്നു. ചില ആളുകൾ എത്ര ശ്രമിച്ചിട്ട് ഉയരാതിരിക്കുന്നു. അങ്ങനെ വിവിധ തലത്തിലാണ് മനുഷ്യൻ്റെ അവസ്ഥ ഈ ലോകത്തിലായിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ലംഘിക്കപ്പെടാത്ത നിത്യസത്യം പ്രഖ്യാപിക്കുന്ന തിരുവെഴുത്ത് പറയുന്നൊരു സത്യമാണ്: ചില ആളുകൾ എന്നേക്കും ഉയർന്നിരിക്കുന്നു. എന്നേക്കും ഉയർന്നിരിക്കുന്നവർ ഈ ലോകത്തിലുണ്ടോ? അതാരായിരിക്കും? ഒരായുസ്സിൽ എല്ലാ കാലവും മാന്യത കൊണ്ടും പണപരമായിട്ടും ആത്മീകമായിട്ടും അഭിമാനം കൊണ്ടും സ്റ്റാറ്റസ് കീപ്പ് ചെയ്തുകൊണ്ട് എന്നേക്കും ഉയർന്നിരിക്കുന്നവർ. കർത്താവ് തന്നെ ചിലരോട് പറയുന്നുണ്ട് ഈ വേദപുസ്തകത്തിനകത്ത്: നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം എന്നേക്കും നിലനിന്നില്ല എന്നല്ലേ. കുറച്ച് നാൾ നല്ലതായിരിക്കും. ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾ എപ്പോഴും പറഞ്ഞേക്കാം, തുടക്കത്തിലൊക്കെ ഭയങ്കരമായിരുന്നു, 8 സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കച്ചവടമൊക്കെ പോയി, ഇപ്പോൾ ഞാനും ഭാര്യയും തന്നെ ഉള്ളൂ. അതിനർത്ഥം എന്താ? എന്നേക്കും നിന്നില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്. കൃഷിസ്ഥലങ്ങൾ പണ്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇവിടുന്ന് കാളവണ്ടിക്കകത്ത് കയറ്റി അല്ലെങ്കിൽ ഇവിടുന്ന് ടെമ്പോക്കകത്ത് കയറ്റി സാധനങ്ങൾ കൊണ്ടുപോകായിരുന്നു. ഇപ്പോൾ പന്നിയൊന്നും തരുന്നില്ലെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ആ കൃഷിയും എന്നേക്കും നിലനിൽക്കുന്നില്ല. ഒരു കാലം നല്ല വിളവെടുപ്പിൻ്റെ കാലമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കൃഷിക്കാരെ കിട്ടാനില്ല, പണിക്കാരെ കിട്ടാനില്ല, അല്ലെങ്കിൽ വന്യജീവികളുടെ ഉപദ്രവം, ഇതുകൊണ്ടൊക്കെ തൊഴിലുകളും വരുമാനങ്ങളും നന്മകളും എന്നേക്കും ഒരുപോലല്ല. പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഗൾഫൊക്കെ ഭയങ്കര നല്ലതാണ്, ഈ കാനഡയും ഓസ്ട്രേലിയയൊക്കെ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ പറയുന്നു ഒരു ഗുണവും ഇല്ല, അവിടെ ചെന്നവർ പോലും കഷ്ടത്തിലാണ്, പണ്ടത്തെ പോലല്ല.
അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പോൾ എന്നേക്കും ഒരു സാമ്രാജ്യമോ ഒരു കുടുംബമോ ഒരു ബിസിനസ്സോ ഒരു കമ്പനിയോ ഒക്കെ എന്നേക്കും ഒരേ ലെവലിൽ നിൽക്കുന്ന ഇല്ലെന്ന പൊതുവിൽ അഭിപ്രായം. പക്ഷെ വചനം പറയുന്നു ചിലരെന്നേക്കും ഡൗൺ ആകാതെ എന്നും ഒരേ പീക്ക് ലെവലിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അറിയേണ്ടത് ആരാണ് എന്നേക്കും ഉയർന്നിരിക്കുന്നത്, എന്താണ് അതിൻ്റെ പുറകിലെ രഹസ്യം, അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ വാക്കുകൾ നമുക്ക് പിടികിട്ടണം. 6-ാമത്തെ വാക്യം മുതൽ നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ദൈവം ദുഷ്ടൻ്റെ ജീവനെ രക്ഷിക്കുന്നില്ല. അത് പോട്ടെ. അടുത്തത് ദുഃഖിതന്മാർക്കോ ദൈവം ന്യായം നടത്തി കൊടുക്കുന്നു. അവിടെ മുതൽ ചിന്തിക്കണം. ദുഃഖിതന്മാർ എന്നാണ് പറയുന്നത്. ദുഷ്ടന്മാർ അവരെ വിട്ടുകളയുക. എന്നാൽ ദുഃഖിതന്മാരായിരിക്കുന്നവർ, ഒരു കാലത്ത് ദുഃഖിതന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ദുഃഖിതരായിരിക്കുക. ചിലപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയില്ലല്ലോ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടന്നില്ലല്ലോ, ഞങ്ങൾക്കെന്നും ബുദ്ധിമുട്ടാണല്ലോ, ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാണല്ലോ ദുഃഖിതം. പക്ഷെ ദുഃഖിതരായിരുന്നവർക്ക് ദൈവം ന്യായം നടത്തി കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളണേ. ആരാണ് എന്നേക്ക് ഉയർന്നിരിക്കുന്നത്? ഒന്ന്, എൻ്റെ സാഹചര്യം ദുഃഖത്തിലായിരുന്നു പല കാര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് എൻ്റെ ന്യായം നടത്താൻ ദൈവം തീരുമാനിച്ചു. അപ്പം ന്യായം നടത്താൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം അവർക്ക് ന്യായം നടത്തി കൊടുക്കുന്നു. അടുത്ത വാചകം 7:1, നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം ദൈവം മാറ്റുന്നില്ല. കടാക്ഷം എന്നതിന് തൻ്റെ കണ്ണ്, തൻ്റെ ദൃഷ്ടി, തൻ്റെ നോട്ടം എന്നൊക്കെയാണ് അർത്ഥം. എപ്പോഴും ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലായിരിക്കുന്നവർ. അതിഷ്ടമാണോ നിങ്ങൾക്ക്? അത് ഞായറാഴ്ച പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ മാത്രം ദൈവം എന്നെ കണ്ടാൽ മതി, ബാക്കി കോളേജിൽ പോകുമ്പോൾ വേണ്ട, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ വേണ്ട, ജോലിക്ക് പോകുമ്പോൾ വേണ്ട, അങ്ങനെയാണോ? എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി എൻ്റെ മേലിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ട്? എപ്പോഴും എപ്പോഴും ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വിളച്ചിലൊന്നും നടക്കുകയില്ല. 2 വശം പറയണമല്ലോ. ഉയർന്നിരിക്കണം ജീവിതകാലം മുഴുവൻ. പക്ഷേ കാര്യം നമുക്ക് മനസ്സിലാക്കണമല്ലോ. എപ്പോഴും ദൈവത്തിൻ്റെ നോട്ടം, നിരീക്ഷണം നമ്മുടെ പേരിരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമക്കളെ. എന്നേക്ക് ഉയർന്നിരിക്കാനുള്ള വഴി പറയാം. 1, ദൈവം ന്യായം നടത്തിത്തരണം. 2, ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നമ്മുടെ മേലിരിക്കണം. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു, രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിലിരുത്തുന്നു. അവിടെ മുതൽ കാര്യം മാറുക. ആരെയാണ്? ദുഃഖിതർ എന്നും പറഞ്ഞല്ലേ തുടങ്ങിയത് നമ്മൾ. ദുഃഖിതരായിരുന്നു, പല കാരണം കൊണ്ട് ദുഃഖിതരായിരുന്നു. അവരെ ദൈവം ന്യായം നടത്തി കൊടുത്തു. ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദൈവം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും വെച്ച് ദൈവം അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ദൈവം അവരെ രാജാക്കന്മാരോട് കൂടെ സിംഹാസനത്തിലിരുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ പറയട്ടെ, ഇച്ചിരി താമസം എടുക്കും. ദൈവം ഒരു സ്ഥാനത്തിരുത്താൻ ഇച്ചിരി താമസം എടുക്കും. ദുഃഖിതരായിരുന്നു, പക്ഷേ കർത്താവ് അവരെ ഏറ്റെടുത്ത് നീതി നടപ്പാക്കി കൊടുത്ത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താതെ എപ്പോഴും ദൈവം അവരെ ശ്രദ്ധിച്ച് അങ്ങനെ ദൈവം തമ്പുരാൻ അവരെ രാജാക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. ആ വാക്ക് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം നമ്മുടേതായ രീതിയിൽ. ദൈവം ഒരു സ്ഥാനത്തിരുത്തി. നമ്മൾ പിടിച്ചാരുടെയെങ്കിലും കാല് പിടിച്ച് കഷ്ടപ്പെട്ട് കൈക്കൂലി കൊടുത്ത് കയറിയിരിക്കുന്നതും സ്വർഗസ്ഥനായ ദൈവം തൻ്റെ കടാക്ഷം കൊണ്ട് ഒരുത്തനെ ഒരു സ്ഥാനത്തിരുത്തുന്നതും രണ്ടും രണ്ടാകട്ടോ. ദൈവം ആ സ്ഥാനത്ത് ഇരുത്താൻ ഇച്ചിരി താമസിക്കും. അത് യോസേപ്പിനോടും ദാവീദിനോടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി. എസ്തേറിനോടും രൂത്തിനോടൊക്കെ സഹോദരിമാർ ചോദിച്ചാൽ മതി. ഇച്ചിരി താമസമാണ്. കുറേ കാലം നടന്നും കരഞ്ഞും അടിമയായി കിടന്നൊക്കെ ഒത്തിരി സഹിച്ചു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ദൈവം നീതി നടപ്പാക്കി കൊടുത്തു. ആ നീതി നടപ്പാക്കി കൊടുത്തതിൻ്റെ ദൃഷ്ടാന്തമാണ് രാജാക്കന്മാരോടൊപ്പം സിംഹാസനത്തിലിരുത്തി. ഒരു കാര്യം എനിക്കറിയാം, ദൈവം ഇരുത്തിയാൽ ഒരു നല്ല സ്ഥാനത്തായിരിക്കും ഇരുത്തത്തുള്ളൂ. ഇത് പറയുമ്പോൾ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ
സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇരുത്തിയ ഒരു ഭിക്ഷക്കാരനെ ഓർക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും അവനെ കൊണ്ടുവന്ന് ഈ ഗോപുരവാതിക്കൽ തന്നെ വന്നിരിക്കുകയല്ല, ഇരുത്തുമാറുണ്ടായിരുന്നു കുറച്ച് ആളുകൾ കൂടി. ചിലർ കൂടി എവിടെ ഇരുത്തിയത്? ഒരു ഗോപുരവാതിക്കൽ. എന്തിനാ ഇരുത്തിയത്? മുമ്പിലൊരു തുണിയും വിരിച്ച് ഭിക്ഷ യാചിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകക്കാരിരുത്തിയാൽ ഇത്രയൊക്കെ ഉള്ളൂ. അരി മേടിക്കാനുള്ള കാശ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കിട്ടുമായിരിക്കും. അമ്മാ വല്ലതും തരണേന്ന് പറഞ്ഞാൽ. പക്ഷെ എൻ്റെ ദൈവം ഇരുത്തിയാൽ നീ കൈ നീട്ടണ്ട, നീ കാല് പിടിക്കണ്ട. പ്രാർത്ഥിക്കുക ദൈവമക്കളെ, പ്രാർത്ഥിക്കുക. സർവശക്തൻ നിങ്ങളുടെ മക്കളെ ഒരു നല്ല സ്ഥാനത്തിരുത്തട്ടെ. ദൈവം തമ്പുരാൻ ഒരു സ്ഥാനത്തിരുത്തിയാൽ, ഞാൻ വീണ്ടും പറയുന്നു, ഓടി അങ്ങ് ചെന്ന് ചാടിക്കയറിയിരിക്കാൻ പറ്റിയല്ല. ദൈവം ഇരുത്താൻ ഇച്ചിരി താമസിക്കും, പക്ഷെ ഇരുത്തിയാൽ ഇരുത്തിയതാ. ഒരു സ്ഥാനത്ത് സ്വർഗം ഇരുത്തിയാൽ പിന്നെ അവിടെ നിന്ന് പിടച്ചെഴുന്നേറ്റ് പോരായിരുന്നാൽ മതി. അഹങ്കാരം കൊണ്ട് ചാടിപ്പടച്ച് താഴെ ഇറങ്ങാതിരുന്നാൽ മതി. ഇരുത്തിയെടുത്ത് അങ്ങ് ഇരിക്കുക. പക്ഷെ ദൈവം ഇരുത്തിയാൽ അതിനുന്നത സ്ഥാനമായിരിക്കും, ശ്രേഷ്ഠന്മാരുടെ നിരയിലായിരിക്കും. അവൻ ഇരുത്തുന്നത് ഏറ്റവും മെച്ചപ്പെട്ടൊരു കസേരയിലായിരിക്കും. അങ്ങനെ ദൈവം തമ്പുരാൻ ഇരുത്തിയാൽ മനുഷ്യനും നമ്മുടെ അമ്മാച്ചനും മാവനും ഒക്കെ നമ്മളെ സഹായിക്കും. എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയി അതൊക്കെ എവിടെ എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലുമൊക്കെ തൂപ്പുകാരനായിട്ടും തുടയ്ക്കാനും ചായക്കടയിൽ ഗ്ലാസ് കഴുകാനൊക്കെ ആയിരിക്കും നിർത്തത്തുള്ളൂ. പക്ഷെ ദൈവം കൊണ്ടിരുത്തിയാൽ നല്ല സ്ഥാനത്തായിരിക്കും. അങ്ങനെ ദൈവം ഇരുത്തിയാൽ അവരെന്നേക്കും ഉയർന്നിരിക്കും. ഇനി വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളെ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക. സ്വർഗം ഒരു സ്ഥാനത്തിരുത്തിയവർ, ദൈവം നീതി നടപ്പാക്കി കൊടുത്തവർ, ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും വെച്ച് നിരീക്ഷിച്ചവർ, അവർ എന്നേക്കും ഉയർന്നിരിക്കും. പ്രിയരെ, ഈ ലോകത്തിൽ ദൈവത്താൽ എന്നേക്കും മാനിക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ഇപ്പോൾ ദുഃഖിതരാണെങ്കിലും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറാതിരിക്കുക. എന്നും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുക. ആ കണ്ണെപ്പോഴും നമ്മളിൽ പതിയട്ടെ, നമ്മെ കടാക്ഷിക്കട്ടെ. സ്വർഗം ഒരു സ്ഥാനത്തിരുത്തുവോളം ആ തൃക്കാൽക്കൽ കരഞ്ഞ് കരഞ്ഞ് കിടക്കുക. അവനൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അതുന്നത സ്ഥാനമായിരിക്കും. ആ സ്ഥാനത്തിരുത്തിയാൽ പിന്നെ ആർക്കും നിന്നെ ഇറക്കി വിടാൻ പറ്റില്ല. അവരെന്നേക്കും ഉയർന്നിരിക്കും. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്തവർ, വഴിയില്ലാത്തവർ, എങ്ങും എത്താത്തവർ എല്ലാവരും ഇത് കേൾക്കണേ. 2 പ്രാവശ്യമെങ്കിലും കേൾക്കണേ. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണേ. നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും 4 പേർക്ക് അയച്ചു കൊടുക്കണേ. എൻ്റെ കൊച്ചേ, നീ ഇത് കേൾക്കടാ, ദൈവത്തോട് പ്രാർത്ഥിക്കടാ എന്ന് പറയണേ. അവരോടെ ഒരു നല്ല സ്ഥാനത്തെത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ അപാരത, അങ്ങയുടെ സ്നേഹം, അങ്ങ് ഉയർത്തുന്നവർ, അങ്ങ് ഇരുത്തുന്നവർ, അവരെല്ലാം ഞങ്ങൾ കാണുന്നു. ഇത് കേൾക്കുന്ന പലരെയും അങ്ങൊരു സ്ഥാനത്തിരുത്തണേ. അവരെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടാൻ, താഴ്ത്തിക്കെട്ടാൻ ആർക്കും കഴിയില്ല. അവരെന്നേക്കും ഉയർന്നിരിക്കും. അത് തന്നെ വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.